സ്വീകരിച്ചു. ചിലതിനെ അവൻ തടയും, നിനക്ക് വേണ്ടി അവൻ സ്റ്റോപ്പ് ചെയ്യും. ചിലതിനെ നിയമപരമായി നിനക്ക് വിരോധമാകേണ്ട ചിലതിനെ തടയും. വചനത്തിന്റെ ദൂത് നിങ്ങളെ ദൈവം പണിതെടുക്കുക. നിങ്ങളുടെ മീതെ ഒരു വലിയ ആത്മധനം തുറക്കുക. വചനത്തിന്റെ ഭയങ്കര ശക്തി ഓപ്പണാക്കി വിടുക. നിങ്ങളുടെ മേൽ ഭയങ്കര ശുശ്രൂഷയുടെ തലങ്ങൾ ഓപ്പണാക്കി വിടുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ക്രൂശിക്കുക. എഴുതി വെച്ചത് നിവർത്തിയാകുക. ആമേൻ. ഉൽപ്പത്തിയിൽ എഴുതി വെച്ചതിനെ നിവർത്തിക്കുക. അവനെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തു. ആമേൻ. ഹല്ലേലൂയ. ബറാബാസിനെ ഫ്രീ ആക്കി വിട്ടുകൊടുത്തു. ബറാബാസ് വന്നിട്ട് പറയോ, ഹായ്, ഇയാൾ ഇത്ര വലിയ ഉപകാരമൊക്കെ ചെയ്തിട്ട് എന്നെ കണ്ട് എന്നെ മതി. ഞാൻ വെറും കൊള്ളക്കാരനും എല്ലാ മോശപ്പെട്ട കാര്യം ചെയ്യുന്ന ബറാബാസ് പറയും, ഇടയിൽ തനിക്ക് ഈ പറയുന്ന ആരും ഒത്താശയൊന്നുമില്ലല്ലോ, എന്നെ കണ്ടോ ഫ്രീ ആക്കി കിട്ടുമോ? യേശുവിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുക, എടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാ നീ ഫ്രീ ആകുന്നത്. ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ബറാബാസ് ഇവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബറാബാസ് ആ പാവ മനുഷ്യനെ കാൽവറി ക്രൂശിച്ചു. ചരിത്രം വരെ ഓടിപ്പോയി ക്രൂശിന്റെ മുമ്പിൽ മുട്ടുകുത്തി, ഞാനാ തെറ്റ് ചെയ്തത്, നീ പരമ പരിശുദ്ധൻ തന്നെയാ. ക്രൂശിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ഏത് കള്ളനായാലും സ്വർഗ്ഗമേ ഇന്ന് നീ എന്നോട് കൂടെ പാപസായിലേക്ക് വരും. വചനം കേറുമ്പോ ഞാൻ നിങ്ങളെ കാണാമോ? നിങ്ങളുടെ ഉള്ളിൽ വചനം കയറിയപ്പോ നിങ്ങളുടെ ഈ ബോഡി ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടു മാറിയെന്ന് പോവാ. നിങ്ങളുടെ ഉള്ളിലേക്ക് വചനം കയറിയപ്പോ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കൈകളിൽ തലയ്ക്കകത്ത് അവയവം ചേർന്ന് വിട്ടുപോവുകയാണ്. ഒരു ഭയങ്കര ഉറപ്പ് തരുമോ? പാസ്റ്റേ, ഇനി എന്താ വിഷയം നടക്കുമോ ചോദിക്കരുത്. അതിന്റെ ഉറപ്പാ തന്നുവിടുന്നത്. എഴുതി വെച്ചു, സെക്കരിയാവ് എഴുതി വെച്ചു, അവന്റെ അസ്ഥി ഒഴിഞ്ഞു പോകത്തില്ല. രാമൻ പറഞ്ഞേ, സെക്കരിയാവ് എഴുതി വെച്ചു. ആമേ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ? ഈ ഒരു രണ്ട് കള്ളന്മാർ അടുത്തല്ല കാൽമുട്ട് ഒടിച്ചു കളഞ്ഞു പോയി. കാരണം അവൻ മരിച്ചിട്ടില്ല. അവൻ കാലിങ്ങനെ ഊന്നി നിന്ന് ബ്രീത്തിങ് വലിച്ചോണ്ടിരിക്കുക. മരിച്ചിട്ടില്ലെന്ന് കണ്ടവൻ പടയാളി എന്നവന്റെ കാൽമുട്ട് തല്ലി ഓടിച്ചാൽ ഉടൻ മരിക്കും. പിന്നെ ഇങ്ങനെ മുട്ടെ കുത്തി നിന്ന് ശ്വാസം വലിക്കും, അവൻ അതോടെ തീരും. രണ്ടാമത് അടിച്ചോടിക്കേണ്ടത് യേശുവിന്റെ കാല. ഒരാമേ പറഞ്ഞേ, യേശുവിന്റെ ഇവിടെ വരുമ്പോൾ യേശു മരിച്ചിട്ടില്ല. യേശുവിന്റെ കാലിലേക്ക് അടിക്കാൻ അവൻ തോന്നിയില്ല. അവനെ ആരോ മാറ്റി മൂന്നാമത്തെ കള്ളനടുക്കിലേക്ക് കൊണ്ടുപോയി. ഒരാമേ പറഞ്ഞാല് യേശുവിൻ രണ്ടാമത് നിൽക്കുന്ന യേശുവിന്റെ കാലിൽ തൊടാൻ സമ്മതിച്ചില്ല. കാരണം ഇത് വചനമാണ്, ഇത് ഫുൾ ഹോളി സ്പിരിറ്റ് ആണ്. അതിന് തൊടാൻ കഴിയില്ല. മൂന്നാമത്തെ കാൽമുട്ട് തല്ലി ഓടിച്ചു. വീണ്ടും മടങ്ങി യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോ യേശു മരിച്ചിരുന്നു. ഇവരെ ആകെ കലിപ്പായി.
കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. തല്ലാനും പറ്റില്ല. ഇവരെന്ത് ചെയ്തു? ആ അടിക്കണ സാധനം വലിച്ചെറിഞ്ഞൊരു കുന്തം എടുത്തിട്ട് ഒറ്റ ഈ കുത്തു വീഴുന്ന 500 കൊല്ലുമ്പോ ശങ്കര വേദിച്ചവൻ കുത്തുന്നതിലേക്ക് ഒരു കുത്ത് കിട്ടിയാലല്ല എഴുതിയതാ കുത്ത് കിട്ടു വരാമെന്ന അവൻ കുത്ത് ഒരൊറ്റ കുത്ത് ഇതാപ്പുറം കയറി കുറഞ്ഞുപോയി. കുത്തുവന്ന് എഴുതി വെച്ചിരിക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ ഭാഗ. അവന്റെ അസ്ഥികൾ ഒടിക്കില്ല. വാശിക്ക് കുന്തം കൊണ്ടൊരു കുത്തു കൊടുത്തു. ആമേ പറഞ്ഞാട്ടെ. ആ കുത്തുമ്പോഴും കണ്ട് അവന്റെ വാരി എല്ലിന്റെ ഇടയിലൂടെ അത് കയറിപ്പോയി. ഞാനേ പറഞ്ഞേ, കാരണം എന്തിനാ ഇതൊക്കെ കേൾക്കുന്ന? സഭ അകത്തിരിക്കുക. ആമേ പറ. അതുവരെ സഭയില്ല. സഭ അകത്തിരിക്കുക. യേശുവിനെ എന്റെ ശരീരത്തെ തൊട്ടോ, പക്ഷെ എന്റെ ഉള്ളിലിരിക്കുന്ന സഭയുടെ മേലെ ICG അപ്പോസ്റ്റൽ മിനിസ്ട്രിയിലേക്ക് ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെ കുറുപ്പമ്പടി മൂലൻ സൂപ്പർ മാർക്കറ്റിന് മുകൾവശം ആരാധന നടത്തപ്പെടുന്നു. ഏവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.